ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചാണോ നാം മുന്നോട്ട് നീങ്ങുന്നത്? ദൈവശബ്ദം അനുസരിച്ചാണോ നാം ഓരോ സമയം? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 21 അധ്യായം 27 വാക്യത്തിൽ നിന്നാണ്. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കിയില്ല. എന്താണ് അശുദ്ധമായത് യാതൊന്നും, മ്ലേച്ഛത, ഭോഷ്ക്? ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് മർക്കോസ് 7:20 കർത്താവ് ഇപ്രകാരം പറയുന്നു: പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്തു ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയില്ല. പിന്നെ എന്താണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്? മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അവിടെ വായിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, ഇവയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പലപ്പോഴും പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പായിട്ട് ഹൃദയത്തിലാണ് ചിന്തനങ്ങൾ ശത്രു കൊണ്ടിടുന്നത്. അതുകൊണ്ടാണ് കയ്യിനോട് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞത്, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്നുള്ളത്. പക്ഷെ കയ്യൻ പാപം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഹൃദയത്തിൽ ആഗ്രഹം വന്നു. സഹോദരനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് കയർത്തു, ഹാബേലിനെ കൊന്നു കളഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും പല പാപ സ്വഭാവങ്ങളാകട്ടെ, ചിന്തകളാകട്ടെ ഹൃദയത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതിനെ ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ നമുക്ക് ഓരോ പാപ സ്വഭാവങ്ങളെ ജയിക്കാൻ കഴിയത്തുള്ളൂ. രണ്ടാമതായിട്ട് മ്ലേച്ഛത എന്താണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ചിലർ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തു എന്നുള്ളത്. പക്ഷേ കർത്താവിന് പറയുവാൻ ഒറ്റ ഉത്തരമേ ഉള്ളായിരുന്നു: ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവാനാണ് കർത്താവ് പറഞ്ഞത്. പലപ്പോഴും പുറമെ പ്രാർത്ഥിക്കാൻ കഴിയും, കർത്താവിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷേ പ്രിയ ദൈവമക്കളെ, ദൈവഹിതത്തിനനുസരിച്ച് ചുവടുവെക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ഇന്ന് ചിന്തിക്കുക. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്, പിന്നെയോ സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ചിന്തിക്കുക, ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചാണോ നാം മുന്നോട്ട് നീങ്ങുന്നത്? ദൈവശബ്ദം അനുസരിച്ചാണോ നാം ഓരോ സമയവും ചുവട് വെക്കുന്നത് എന്ന് ചിന്തിക്കുക. പലപ്പോഴും നമ്മുടെ മുമ്പിൽ സാഹചര്യങ്ങൾ കാണത്തില്ലായിരിക്കാം, സാഹചര്യങ്ങൾ നമുക്ക് എതിരായിരിക്കാം. പക്ഷേ ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, നമ്മളോട് സംസാരിച്ചാൽ അത് അനുസരിച്ച് ചുവട് വെക്കുവാൻ നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുക. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. മൂന്നാമതായിട്ട് ഭോഷ്ക് പറയുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 11:30 മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കർത്താവിന്റെ അടുത്ത് കടന്നു വരുന്നുണ്ട്. അവരോട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കും, യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായതെന്ന്. അപ്പൊ അവർ തമ്മിൽ ആലോചിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന്. അതിന്റെ ഒന്നാമത്തെ കാരണം, സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവിനെ വിശ്വസിക്കാത്തത് എന്ത് എന്നൊരു ചോദ്യം വരും. രണ്ടാമത്തത്, മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ എല്ലാവരും യോഹന്നാനെ സാക്ഷാൽ പ്രവാചകൻ എന്ന് പറഞ്ഞു ഭയപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അവര് തമ്മിൽ ആലോചിച്ചിട്ട് അറിഞ്ഞുകൂടാ എന്നൊരു വാക്കാണ് പറഞ്ഞത്. ഇന്ന് നാം ചിന്തിക്കുക, നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും ഭോഷ്ക്, പറയുന്നത് കള്ളത്തരം, ചെറിയ കള്ളത്തരങ്ങളായിക്കോട്ടെ, അത് ദൈവരാജ്യത്തിനും ദൈവത്തിനും എതിരായിട്ടുള്ളതാണെങ്കിൽ ഇന്ന് ആ സ്വഭാവത്തെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മൾ ജയിക്കുക. പലപ്പോഴും സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും മറച്ചു വെച്ചിട്ട് കള്ളം പറയുന്നവരുണ്ട്, ഭയപ്പെട്ടിട്ട് കള്ളം പറയുന്നവരുണ്ട്. ചെറിയ കള്ളമല്ലേ, കർത്താവ് ക്ഷമിക്കും, പോട്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ പറയാം, ഈ സ്വഭാവങ്ങളൊക്കെയും മാറ്റുക. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ പാപ സ്വഭാവങ്ങളെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് വിജയിക്കാൻ കഴിയട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.